വേഗം വാ, ഇന്നത്തെ ഉച്ചയോണ് എന്തൊക്കെയാന്ന് നോക്കാം. ഒഴിച്ചുകറിയായിട്ടേ നമ്മള് ഇന്ന് ചൊരക്കയും പരിപ്പും കൂടി തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് തുവരപ്പരിപ്പ് എടുത്തിട്ടേ നമ്മൾ കറിവേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ വേവിക്കാൻ വെക്കാട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാട്ടോ. പണ്ട് എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ അത് ഉണ്ടാക്കാം ഇന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 5 മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കാട്ടോ. അയ്യോ, ഞാൻ അരിയിടാൻ മറന്നു പോയിട്ടോ. കാരണം ഞാൻ ഇലക്ട്രിക് കുക്കറിലാണ് വെക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കൂട്ടോ വേഗം. ഞാൻ ഉരുളക്കിഴങ്ങ് കൂടി പുഴുങ്ങാൻ വെച്ചായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. നമുക്ക് ചൊരയ്ക്കും പരിപ്പും കറിക്ക് വേണ്ടിയിട്ടേ നമുക്കൊരു ചെറിയ പീസ് ചൊരയ്ക്കും മതി കേട്ടോ ഇതിന്ന്. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കറിവേപ്പില, പച്ചമുളക്, പിന്നെ ചൊരയ്ക്ക, പിന്നെ കുഞ്ഞുള്ളി ഇടും കേട്ടോ ഞാൻ ഇതിലോട്ട്. അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള ഇടാം. പിന്നെ തക്കാളിയും കൂടെ എരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടി. ഓൾറെഡി കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇട്ടായിരുന്നു, കുഴപ്പമില്ല. കുറച്ച് നമുക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇടണ്ട. ഇനി മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അടുത്ത് നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാകാം കേട്ടോ. ഈസി അല്ലേ, കട്ട് ചെയ്ത് അങ്ങ് ചോപ്പറിലിട്ട് അങ്ങ് ചോപ്പ് ചെയ്ത് നല്ലതായിട്ട് അങ്ങ് ചോപ്പ് ചെയ്ത് എടുത്താൽ മതിയല്ലോ. അയ്യോ, എന്റെ ചോപ്പറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടോ, അത് പോയേ. പക്ഷെ നമുക്ക് ഇപ്പൊ തൽക്കാലത്തിന് ബീറ്റ്റൂട്ട് തോരനുള്ളതെല്ലാം നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം എണ്ണ ഒഴിച്ചിട്ടേ നമ്മൾ പുഴുങ്ങി വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റുവേ. നമ്മുടെ പൊട്ടറ്റോയ്ക്ക് കുറച്ച് വേവ് കൂടി പോയെന്ന് തോന്നുന്നു. നമ്മൾ അതേ എണ്ണയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ഇട്ട് നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ വഴറ്റണം കേട്ടോ. നമ്മൾ ആ പൊട്ടറ്റോയിലിട്ട മഞ്ഞപ്പൊടിയുടെ അതേ കളർ ഇങ്ങോട്ട് ഇതിലും കയറി പിടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ഇടാം. അല്ല എങ്കിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് പൊട്ടറ്റോ നമ്മൾ വറുത്ത് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അതും ഇട്ട് മുട്ട ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തും ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ എഗ് റോസ്റ്റ് റെഡി. ഞാൻ ഒരു പൊട്ടറ്റോ മാഷ് വെച്ചിട്ട് ഈ ചൊരക്ക നല്ലതായിട്ട് ഉടച്ചു കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പ് കറി പോലെ ഇരിക്കെ നമ്മുടെ ചൊരക്ക ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, ടേസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇതിലോട്ട് അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് 2 പിടി തേങ്ങ എടുത്തിട്ട് അതിലോട്ട് ഒരു അല്ലി വെളുത്തുള്ളി, 2 കുഞ്ഞുള്ളി, കുറച്ച് ജീരകം, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചിട്ട് നല്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിക്കേണ്ട. ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് താളിച്ചും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഞാൻ അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ടിലോട്ടെ കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് തേങ്ങയും പച്ചമുളകും പിന്നെ ഒരു ശകലം ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇടും കേട്ടോ, നല്ല ടേസ്റ്റ് തൊട്ടെ. എന്നിട്ട് മഞ്ഞപ്പൊടി ഇടാറില്ല കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യണത് തോരൻ. അങ്ങനെ നമ്മുടെ ഊണ് കാലായി. അപ്പം നല്ല ചൂട് ചോറിലോട്ട് ചൊരക്കയും പരിപ്പും ചാറുകറിയും പിന്നെ ബീറ്റ്റൂട്ട് തോരനും പൊട്ടറ്റോയും എഗ് റോസ്റ്റും എല്ലാം കൂടി ആയിട്ട് ഞാൻ ഊണ് കഴിക്കാൻ പോവാണേ.